അണയാത്ത ദീപമായി ആളിക്കത്തുവാൻ അവനെന്റെ ആത്മാവിൻ നാളമായി. അവനീയിൻ തമസതിൽ ജ്യോതിസാകുവാൻ അവനെന്റെ മൺകൂടിൽ താമസമായി. അണയാത്ത ദീപമായി ആളിക്കത്തുവാൻ അവനെന്റെ ആത്മാവിൻ നാളമായി. അവനീയിൻ തമസതിൽ ജ്യോതിസാകുവാൻ അവനെന്റെ മൺകൂടിൽ താമസമായി. വന്ദനമീശനേ, വന്ദനം രക്ഷകാ, വന്ദനമീശനേ, വന്ദനം രക്ഷകാ. സന്തതം നീയൻ സന്തോഷമെന്നുമേ, സന്തതം നീയൻ സന്തോഷമെന്നുമേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകം ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ മാറ്റൊലിയെ ആഘോഷിക്കുന്ന മനോഹരമായ ഒരു ക്രിസ്മസിനെ വരവേൽക്കുവാൻ തയ്യാറായിരിക്കുന്നു. എന്താണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ദൈവം മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ക്രിസ്മസിന്റെ മഹത്തായ സന്ദേശം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: കാലത്തിന്റെ സമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് നിയോഗിച്ച് അയച്ചു. അങ്ങനെ ചെയ്തത് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാനായിരുന്നു എന്ന് പ്രത്യേകാൽ എടുത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കാലത്തിന്റെ തികവെങ്കിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും മതപരമായും താത്വികമായും എല്ലാം ഒരു ലോക രക്ഷിതാവിനെ സ്വീകരിക്കുവാൻ എല്ലാ നിലയിലും ലോകം ഒരുങ്ങി വന്ന ഒരു മഹത്തായ സമയത്താണ് ലോകരക്ഷിതാവായി കർത്താവായ യേശു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് മുന്നെഴുതപ്പെട്ട തിരുവെഴുത്തിന്റെ നിവർത്തി എന്ന നിലയിലായിരുന്നു. ലോകത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു വ്യക്തിയും മനുഷ്യാവതാരം ചെയ്തവരോ അല്ലെങ്കിൽ മനുഷ്യരായി ലോകത്തിൽ വന്നവരോ തങ്ങളുടെ ആഗമനത്തെ സംബന്ധിച്ച് മുൻപ് കൂട്ടി പ്രഖ്യാപിച്ച തിരുവെഴുത്തുകളുടെ നിവർത്തി എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, അവതരിച്ചിട്ടില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് പ്രവാചകന്മാരാൽ ദൈവം മുൻകൂട്ടി രേഖപ്പെടുത്തിയിരുന്നു. ഞാൻ ചില കാര്യങ്ങൾ ആ വിധത്തിൽ വളരെ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നത് കുറെ നക്ഷത്രങ്ങൾ താമസിക്കുന്ന വീടിന്റെ അതാത് സ്ഥലങ്ങളിലോ ഹോട്ടലിന്റെ വാതിക്കലോ മറ്റെവിടെയെങ്കിലുമൊക്കെയോ അത് കെട്ടിത്തൂക്കി ഇടുന്ന അല്ല. അതൊക്കെ ലോകം ഒരു നിലയില് ഒരാഘോഷമായി കാണുന്ന കാര്യപരിപാടികളുടെ ഭാഗമാണ്. എന്നാൽ എന്താണ് ക്രിസ്മസ്? എന്താണ് ക്രിസ്മസിന്റെ സന്ദേശം? ഒന്ന്, ക്രിസ്മസ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പ്രവചനങ്ങളുടെ നിവർത്തിയായി ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ചു എന്നുള്ള വിലയേറിയ സത്യം ലോകം ആവർത്തിച്ച് ഓർക്കുന്ന മനോഹരമാകുന്ന ഒരു സമയമാണ്. ചില ആൾ പറയാറുണ്ട് ഡിസംബർ 25 യേശു ക്രിസ്തു ജനിച്ചതെന്ന് ചരിത്രത്തിൽ തെളിയിക്കാൻ സാധിക്കില്ല എന്ന്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25 ജനുവരി 7 ആകട്ടെ, എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. നമ്മൾ ആരെയും സംബന്ധിച്ച് അത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇരിക്കുന്നില്ല. ക്രിസ്തു ലോകത്തിന്റെ രക്ഷകനായി ജനിച്ചു എന്നുള്ളതാണ്. യേശു ക്രിസ്തു ഡിസംബർ 25 ജനിച്ചോ അതോ ജനുവരി 9 ജനിച്ചോ 7 ജനിച്ചോ എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതാ ഞാൻ വരുന്നു പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്ന് പ്രസ്താവിച്ചുകൊണ്ട് കർത്താവ് ലോകത്തിലേക്കുള്ള ആഗമനത്തിന് തന്നെത്താൻ ഒരുക്കിക്കൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. ഏതെല്ലാം പ്രവചനങ്ങളാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ പിറകിൽ
ദൈവാത്മാവ് മുൻപ് കൂട്ടി പ്രസ്താവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, സംഖ്യ 24:17 മുതൽ 19 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു എന്ന മിശിഹ, അതായത് ലോകത്തിന്റെ രക്ഷിതാവ്, അവൻ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നാണ് സംഖ്യ 24:17 മുതൽ 19 വരെയുള്ള വാക്കുകൾ വായിക്കുന്നത്. അതായത് യാക്കോബിൽ നിന്ന് ഒരു ഉദയനക്ഷത്രം ഉദിക്കും എന്നാണ് പറയുന്നത്. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ അഥവാ രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. അതായത് ഇസ്രായേൽ ജാതിയിൽ നിന്നായിരിക്കും ലോകരക്ഷിതാവ് ജനിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രവചനം. 2, ക്രിസ്തു ദാവീദ് രാജാവിന്റെ വംശാവലിയിൽ ആ ദാവീദ് രാജാവിന്റെ പിന്തുടർച്ചക്കാരനായി ജനിക്കും എന്നാണ്. ഉൽപ്പത്തി 49:10 അവിടെയാണ് ദ സ്കെപ്റ്റർ ഷാൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജൂദ ആണ്ടിൽ ഷൈലോ കം, അതായത് അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവാചക വരേണ്യന്മാർ മുഖാന്തരമായി ദൈവം കർത്താവിന്റെ ആഗമനത്തെക്കുറിച്ച് മുൻപ് കൂട്ടി പ്രഖ്യാപിച്ചിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:1 വാക്യം വായിക്കുമ്പോൾ നാം വായിക്കുന്നത്, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്നാണ് എഴുതിയിരിക്കുന്നത്. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. 3, കർത്താവായ യേശു എവിടെയാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യഹൂദിയിലെ ബേത്ലഹേമിൽ ആയിരിക്കും എന്ന് മീഖ 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഏറ്റവും ചെറുതെങ്കിലും നിന്നെ മേയ്പ്പാനുള്ളവൻ നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വരും, അവന്റെ പുറപ്പാട് പണ്ടേ ഉള്ളത് എന്ന് മീഖ പ്രവാചകൻ വിളിച്ചു പറയുന്നു. 4, കർത്താവായ യേശു ജനിക്കുന്നത് കന്യകയുടെ സുതനായിട്ടായിരിക്കും എന്നാണ് വിശുദ്ധ വേദോസം പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെ നാം വായിക്കുകയാണ്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കുന്നു, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇമ്മാനുവേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണ്. കന്യക സുതനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ചാരിത്രവശം മത്തായി സുവിശേഷൻ വിശദീകരിക്കുമ്പോൾ നാം വായിക്കുന്നു, യഹൂദാ ഗോത്രത്തിൽപ്പെട്ട യോസേഫ് എന്ന പുരുഷന് വേണ്ടി നിയോഗിച്ചിരുന്ന വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്ന മറിയ എന്ന് പറയുന്ന ഒരു യുവതി, വിവാഹം ചെയ്തിട്ടില്ലാത്തവൾ, കന്യകയായവൾ, അവളെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് നാം വായിക്കുന്നു. ആ മറിയയിലാണ് കർത്താവായ യേശു ഒരു മാംസ ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത്. അതാണ് യെശയ്യാ 7:14 വായിക്കുന്നത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് മുൻപുകൂട്ടി നിരവധി പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ 9:6 ഇങ്ങനെ വായിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ജനിപ്പാനിരിക്കുന്ന ശിശുവിനെ കുറിച്ച് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ സുമാർ 740 വർഷങ്ങൾക്ക് മുമ്പ് BC 740കളിൽ യെരുശലേമിന്റെ രാജവീതിയിൽ നെടുകയും കുറുകയും നടന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമനത്തെ സംബന്ധിച്ച് മുൻകൂട്ടി പ്രവചിച്ച പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ യെശയ്യാ 40:3 യേശുവിന്റെ ജനനത്തിന് മുന്നോടിയായി വരുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, യെശയ്യാ 9:6 ജനിപ്പാനിരിക്കുന്ന ശിശു അവൻ ആരായിരിക്കും? ദൈവപുത്രൻ. അതായത് അവനെ കുറിച്ച് പറയുന്നത്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്നാണ്. നമ്മുടെ കർത്താവായ യേശു ദൈവമാണ്. അതായത് മനുഷ്യനായി അവതരിക്കുന്ന ഈ വ്യക്തി സാക്ഷാൽ ദൈവമാണ്. ദൈവം മനുഷ്യവേഷം പൂണ്ട് മനുഷ്യരിലേക്ക് വരികയാണ്. എന്തിനാണ് ദൈവം മനുഷ്യവേഷം പൂണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നത്? ഞാൻ അതും കൂടെ വളരെ വേഗത്തിൽ സൂചിപ്പിക്കാം. ദൈവം മനുഷ്യവേഷം കൊണ്ട് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. അതില് വളരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവായ ദൈവം പറയുകയാണ്, എന്തിനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത്? യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് അതിപ്രധാനമായ ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന്റെ
ജന്നത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തുക എന്നുള്ളതാണ്. 4 അതിപ്രധാനമാകുന്ന ലക്ഷ്യങ്ങളാണ് യേശുക്രിസ്തുവിന്റെ കന്യക ജനനത്തിന് ഉണ്ടായിരുന്നത്. ക്രിസ്മസ് നമ്മെ വിളിച്ചിരിക്കുന്ന സന്ദേശം ഇതാണ്: ദ പർപ്പസ് ഓഫ് ദ വെർജിൻ. കർത്താവായ യേശുക്രിസ്തു കന്യകാസുതനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചിരിക്കുന്നു. അതിന്റെ ഉദ്ദേശം ഇതാണ്: 1, ദൈവത്തെ മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തുക. ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച നാനാജാതി മതസ്ഥരായ ആളുകളുടെ ചിരകാല ആഗ്രഹ സാഫല്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിലൂടെ ദൈവം നിവർത്തിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:18 യോഹന്നാൻ വിളിച്ചു പറയുകയാണ്: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു എന്നുള്ള ലോക വിളംബരം, അത് ലോകം അറിയുന്ന, അല്ലെങ്കിൽ ലോകം അത് ആവർത്തിച്ചോർക്കുന്ന ഈ ക്രിസ്മസ് സ്വർഗം ഭൂമിയെ സന്ദർശിച്ച മനോഹരമായ സംഭവമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. സ്വർഗം ഭൂമിയെ സന്ദർശിച്ച ഈ മനോഹരമായ സംഭവം രേഖപ്പെടുത്തുമ്പോൾ പറയുകയാണ്: 1ാമത്തെ ലക്ഷ്യം പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തെ വെളിപ്പെടുത്തുക. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു: എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകും. 2, ടു ബ്രിഡ് ദ ചാസം ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകലം, വിടവ് അത് എന്നേക്കുമായി നികത്തുക. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായവനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലയായി അർപ്പിച്ച ക്രിസ്തുയേശു തന്നെ. പ്രിയമുള്ളവരെ, പാപിയായ മനുഷ്യൻ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് ഏദൻ പർദീസയിൽ അകന്ന് ദൂരവേ മാറി ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും സാന്നിധ്യത്തിൽ നിന്നും അവൻ അകന്നുപോയി. ആ മനുഷ്യനും ദൈവവും തമ്മിലുണ്ടായിരുന്ന അകൽച്ചയെ എന്നേക്കുമായി അടുപ്പിക്കുവാൻ, അത് ആ അകലം എന്നേക്കുമായി മാറ്റിക്കളയുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുവിനെ മനുഷ്യനായി ഈ ഭൂമിയിൽ അയച്ചു. അതാണ് ക്രിസ്മസിന്റെ ലക്ഷ്യത്തിൽ, അതായത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ 2ാമത്തെ ലക്ഷ്യം. 3, മനുഷ്യവർഗത്തെ രക്ഷിക്കുക. എബ്രായലേഖനം 2:14 നാം വായിക്കുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായിരുന്ന പിശാചിനെ ക്രൂശിൽ തറച്ച് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. മനുഷ്യവർഗത്തിന്റെ രക്ഷയെ ഒരുക്കുക. അതാണ് ലോകത്തായി വിളിച്ചു പറഞ്ഞത്: ഇതാ യഹൂദയിലെ ബേത്ലഹേമിൽ തണുപ്പുള്ള ആ രാത്രിയിൽ കന്യകയായ മറിയ പ്രസവിച്ച് ഈ മേഞ്ചലിൽ കിടത്തിരിക്കുന്ന ഈ ശിശുവിനെ കുറിച്ച് ലോകത്തോട് പറയുമ്പോൾ ദൂതന്മാർ ആകാശവിധാനത്തിൽ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. എന്നാൽ ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് കർത്താവായ യേശു നിങ്ങളുടെ രക്ഷിതാവായി ജനിച്ചിരിക്കുന്നു. മനുഷ്യവർഗത്തെ രക്ഷിതാവായി ഭൂമിയിൽ അവതരിച്ചു കർത്താവായ യേശു. അതാണ് ക്രിസ്മസ് നമ്മെ ഓർപ്പിക്കുന്ന 3ാമത്തെ സന്ദേശം. 4, റോമാലേഖനം 8:19 മുതൽ 23 വാക്യങ്ങൾ: സർവസൃഷ്ടി ഇന്ന് വരെ ഞരക്കത്തോടുകൂടി വീണ്ടെടുപ്പിന്റെ ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. റെസ്ക്യൂ ദ ഹോൾ ക്രിയേഷൻ. സർവസൃഷ്ടി എന്ത് ചെയ്യുക? പാപത്തിന്റെ ശാപത്തിൽ നിന്ന് വിടുവിക്കുക, രക്ഷിക്കുക. അതായിരുന്നു ഈ മനുഷ്യാവതാരത്തിന്റെ 4ാമത്തെ ലക്ഷ്യം. 1, ദൈവത്തെ മനുഷ്യ വെളിപ്പെടുത്തുക. 2, മനുഷ്യനും ദൈവവും തമ്മിലുള്ള വിടവ് എന്നേക്കുമായി നികത്തുക. 3, മനുഷ്യവർഗത്തിന്റെ രക്ഷ ഒരുക്കുക. 4, സർവസൃഷ്ടിയെ വീണ്ടെടുക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവചന നിവൃത്തിയായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയെ സന്ദർശിച്ചത്. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം സ്വർഗം ഭൂമിയെ സന്ദർശിച്ച ഏറ്റവും മനോഹരമായ ചരിത്ര സംഭവമാണ്. ലോക ചരിത്രത്തെ BC എന്നും AD എന്നും 2 തുല്യ കഷങ്ങളായി കീറിമറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നാഴികക്കല്ലായി ചരിത്രത്തിന്റെ നടുവിൽ നീണ്ടു നിൽക്കുന്ന ലോകരക്ഷിതാവാണ് കർത്താവായ യേശു എന്ന് ക്രിസ്മസ് സന്ദേശം നമ്മെ വിളംബരം ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ: ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഐക്യനാടുകളിൽ ക്രിസ്മസിന്റെ രാത്രിയിൽ അവിടെ ചില ചർച്ചസ് ഒന്നിച്ചുകൂടി ആഘോഷിച്ച ഒരു ക്രിസ്മസിന്റെ ആഘോഷവേളയിൽ പല സഭാപാസ്റ്റർമാരെയും ശുശ്രൂഷയ്ക്കായി വിളിച്ചിരുന്നു. അതിൽ മെത്തഡിസ്റ്റ് ചർച്ചിലെ ഒരു ശുശ്രൂഷൻ ഉണ്ടായിരുന്നു. ആ മെത്തഡിസ്റ്റ് ചർച്ചിലെ ശുശ്രൂഷനോട് യോഗ സംഘാടകൻ പരസ്യമായി ചോദ്യം ചോദിച്ചു: ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സന്തോഷകരമായ നിമിഷത്തിൽ ലോകത്തോട് അങ്ങേക്ക് പറയാനുള്ള സന്ദേശം ഇതാണ്. അതിങ്ങനെ പറഞ്ഞു: ക്രൈസ്റ്റ് ഹു വാസ് born in the manger 2000 years ago in the history must be born the heart of every sinner as their personal savior and Lord. Then they will experience merry Christmas
and that experience will lead them to a happy new year. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ യഹൂദയിലെ ബേത്ലഹേമിൽ പശുത്വത്തിൽ കിടത്തപ്പെട്ടവനായി കണ്ട കർത്താവായ യേശു ക്രിസ്തു ഓരോ പാപികളുടെയും ഹൃദയങ്ങളിൽ തങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി വീണ്ടും ജനിക്കുമ്പോൾ, അതായത് യേശു ക്രിസ്തു രക്ഷിതാവായി അവരുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ അതിൻ്റെയും വളരെ ആനന്ദകരമായ ക്രിസ്തുമസിന്റെ ആഘോഷത്തിലേക്ക് അവരെ ആനയിക്കുകയും ഈ ആനന്ദകരമായ അനുഭവം ഒരു പുതുവർഷത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. പ്രിയമുള്ളവരെ, ക്രിസ്മസിന്റെ സന്ദേശം ഇതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ലോകത്തിൽ അവതരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഓരോ പാപികളുടെയും ഹൃദയത്തിൽ രക്ഷിതാവായി ജനിക്കണമെന്ന് ലോകത്തോട് പരസ്യമായി ആവർത്തിച്ച് വിളംബരം ചെയ്യുന്ന വിളംബരമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസിന്റെ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഇതുവരെയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലാത്ത എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങളുടെ ഹൃദയം തുറന്ന് യേശുവെ, അങ്ങന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യാവതാരം സ്വീകരിച്ച സാക്ഷാൽ ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്കായി എന്റെ ജീവിതം സമർപ്പിക്കുന്നു. മേഞ്ചലിൽ ജനിച്ച പശുത്തൊഴുത്തിൽ കിടത്തിയ അങ്ങ് എന്റെ ഹൃദയത്തിന്റെ രക്ഷിതാവായി കടന്നു വരണമെന്നത് കർത്താവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെടും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ക്രിസ്മസ് ആശംസകൾ ഈ സമയത്ത് അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാണ്. അരുതാത്ത വഴികളിൽ പാദങ്ങൾ ചെല്ലുവാൻ അരുതെന്നു വിലക്കിയ ഗുരുനാഥനായി അറിവിന്റെ കനികളിൽ അക്ഷയമായത് അവനെന്റെ അകതാരെ കോറിയതാൽ അരുതാത്ത വഴികളിൽ പാദങ്ങൾ ചെല്ലുവാൻ അരുതെന്നു വിലക്കിയ ഗുരുനാഥനായി അറിവിന്റെ കനികളിൽ അക്ഷയമായത് അവനെന്റെ അകതാരെ കോറിയതാൽ വന്ദനമീശനേ, വന്ദനം രക്ഷകാ, വന്ദനമീശനേ, വന്ദനം രക്ഷകാ. സന്തതം നീയൻ സന്തോഷമെന്നുമേ, സന്തതം നീയൻ സന്തോഷമെന്നുമേ. ബൗദ്ധികർ പലവുരു ജേതാക്കളായതും വിഭത്സമായത് ധരണിയെ വെന്നതും ബന്ധനമാകില്ല അവൻ കൂടെയുള്ളതാൽ ബന്ധുവും മിത്രവും മമകാന്തൻ മാത്രമാം. ബൗദ്ധികർ പലവുരു ജേതാക്കളായതും വിഭത്സമായത് ധരണിയെ വെന്നതും ബന്ധനമാകില്ല അവൻ കൂടെയുള്ളതാൽ ബന്ധുവും മിത്രവും മമകാന്തൻ മാത്രമാം. വന്ദനമീശ